ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ? മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ? എടേ, അവൻ അപ്പൻ വരുന്നു എന്നുള്ളതങ്ങ് മറന്നു. കാര്യം അപ്പൻ വരുമ്പോൾ എന്ത് കിട്ടും? ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടു തരുന്നൊരു അപ്പൻ, അത്രേ ഉള്ളൂ. ചോക്ലേറ്റിന് ആരുടെയിലും കൊടുത്തു വിട്ടാലും മതി എന്നുള്ള നിലയിലാണ് നമ്മൾ. ഇതുപോലെയാണ് ഇന്ന് യേശുവിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യേശു നമുക്കൊരു സീരിയസ് ഇഷ്യൂ അല്ല, ഉപാധിയായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ തരുന്ന ഒരു ഉപാധിയായിട്ട്. ഇനി അതല്ലെങ്കിൽ അറ്റ് ദ മോസ്റ്റ് ഹി ഈസ് എ സാൽവേഷൻ ഇക്വേഷൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ പോയതിന് ഇല്ലേ? വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഗതികേട്ടുകൊണ്ട് ഇതല്ലാതെ പിന്നെ എന്നാ മാർഗം? യേശുവിനെ സ്വീകരിക്കല്ലാതെ വേറെ എന്നാ മാർഗം? അപ്പോഴും യേശു എന്തായിത്തീരുന്നതേ ഉള്ളൂ, ഒരു ഉപാധിയായിത്തീരുന്നതേ ഉള്ളൂ. യേശു നമുക്കൊരു അനുഭവമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ മീൻസ്. ഒരു ഉപാധിയാണ്, ഒരു അനുഭവമല്ല, ഒരു റിയാലിറ്റി അല്ല. ഞാനൊരിക്കൽ ഒരു റിലീജിയനിൽ, ഞാൻ ഇവിടെയല്ല, ഇന്ത്യക്ക് പുറത്ത് ഒരു മുസ്ലിം കൺട്രിയിൽ ഞാൻ അവിടെ പോയി പരിചയപ്പെട്ട അവിടുത്തെ ഒരു മുസ്ലിം ടീച്ചറുമായിട്ട് കുറേയേറെ 3 മണിക്കൂറോളം അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് അദ്ദേഹം ഒരു ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. പ്രത്യേകിച്ച് ഫോറിനേഴ്സിനെ, മറ്റേ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതായ ഒരു ടീച്ചറാണ്. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചു. റിലീജിയനെ കുറിച്ച് ഒത്തിരി, വളരെ അറിവുള്ള ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, അമേരിക്കയിൽ പഠിച്ചതാണ്, സ്പീക്സ് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ്. 2 മണിക്കൂറോളം അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് എന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫോർഗിവ്നെസ് ഓഫ് സിൻ? പാപമോചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? അദ്ദേഹം പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് റിപ്പൻറ്റൻസ് മാൻ, ഇറ്റ് ഈസ് റിപ്പൻറ്റൻസ്, അനുതാപം. പിന്നെ നീ ചെയ്തതിനൊക്കെ നീ പകരം കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം എന്നുള്ളതിന് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ്. നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീ എന്ത് ചെയ്യണം? യു നീഡ് ടു റീപേ ഫോർ വാട്ട് യു ഡിഡ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതെല്ലാമായിട്ടും നിങ്ങൾക്ക് പാപം മോചിപ്പിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പുണ്ടോ? ഡു യു ഹാവ് എൻ അഷ്വറൻസ് ദാറ്റ് യുവർ സിൻസ് ആർ ഫോർഗിവൻ? കുറേ നേരം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് ഹോപ്പ് മാൻ. അത് ഭീതിയുടെയും പ്രത്യാശയുടെയും ഇടയ്ക്കിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പേടി, ഒരു പ്രത്യാശ. ഒരു പക്ഷേ തള്ളപ്പെട്ടേക്കുമെന്നുള്ള ഭീതി, ഒരു പക്ഷേ സ്വീകരിക്കപ്പെട്ടേക്കുമെന്നുള്ള ഒരു പ്രത്യാശ. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ബട്ട് മൈ കേസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. എൻ്റെ കാര്യത്തിൽ അത് വ്യത്യാസമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ടു മീ ജീസസ് ഈസ് നോട്ട് എ റിലീജിയസ് ഐഡിയ. I experience Jesus. He is so real to me. I talk to him, I walk with him, I'm living with him. യേശു എനിക്ക് ഒരു മതപരമായ ആശയമല്ല, യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അവനോട് സംസാരിക്കുന്നു, ഞാൻ അവനോട് ഇടപഴകുന്നു, ഞാൻ അവനുമായിട്ട് സംസാരിക്കുന്നു. ആൻഡ് ഐ ആം അഷ്യൂർഡ് ദാറ്റ് മൈ സിൻസ് ആർ ഫോർഗിവൻ. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ദൈവത്തിനും ഞാൻ അങ്ങോട്ട് ചെന്ന് എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള അവകാശമില്ല. അവകാശം ഉണ്ടാകണമെങ്കിൽ എൻ്റെ പാപം കൊണ്ട് തകർന്ന ജീവിതത്തെ പണിയാൻ, അതിന് പകരം വില കൊടുക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ലോകത്തിലൊരു ദൈവവുമില്ല, ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ചുമ്മാ സ്വർഗത്തിലിരുന്നുകൊണ്ട് നിൻ്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അങ്ങനെ പറയാൻ അവകാശമുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. കാര്യം അവൻ മാത്രമേ പാപത്തിന് പകരം കൊടുത്തുള്ളൂ. ഞാൻ ഈ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തതിൻ്റെ കാര്യം, ഞാൻ യേശുവിനെ പിൻപറ്റുന്നത് ചുമ്മാ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമൊന്നുമല്ല. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. എൻ്റെ യേശു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വേണ്ടി കൊടുത്തു. അതുകൊണ്ടാണ് എനിക്ക് യേശുവുമായിട്ട് സൗഹൃദമുണ്ടാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കാൻ കഴിയത്തില്ല. എന്നും ഞങ്ങളുടെ ബന്ധം തകർന്ന ബന്ധമായിരിക്കും. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം തകർന്ന ബന്ധമായിരുന്നേനെ. പക്ഷേ ഇന്ന് എൻ്റെ ബന്ധം തകർന്ന ബന്ധമല്ല. കാര്യം എൻ്റെ പാപങ്ങൾ കൊണ്ട് ഞാൻ വരുത്തി വെച്ച നഷ്ടം, അതിൻ്റെ ശിക്ഷ യേശു എനിക്ക് പകരം നൽകിയതുകൊണ്ട് യേശുവിന് മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രായമുള്ള സുഹൃത്ത് സയ്യിദ് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, 64 വയസ്സുണ്ട്, ഇപ്പോൾ 65 വയസ്സുണ്ട്, കഴിഞ്ഞ വർഷമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സോ ഐ ആം അഷ്വേർഡ് ദാറ്റ് മൈ സിൻസ് ആർ ഫോർഗിവൻ.
എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്ന് തന്നെയല്ല, ഞാൻ ആ യേശുവിൻ്റെ കൂടെ ഇപ്പോഴും നടക്കുക. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, I have no regret about my past life and I am so content with what I am now and I have no fear about my future because I walk with Jesus and I know when I die I'll be with him. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാര്യം എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ പാപങ്ങൾക്ക് പകരമായി ശിക്ഷ ഏറ്റെടുത്തവനായ യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്, റിലീജിയസ് ഐഡിയ അല്ല. ആൻഡ് ഓൾസോ ഐ വാക്ക് വിത്ത് ഹിം. ഞാൻ അവൻ്റെ കൂടെ നടക്കുന്നുണ്ട്, അവനെ ഞാൻ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, അവൻ്റെ നിശ്വാസം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി ടു മീ. അവൻ എനിക്കൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്താണോ അക്കാര്യത്തിൽ എനിക്ക് സന്തുഷ്ടിയുണ്ട്. ഐ എം എ മാൻ വിത്ത് കണ്ടൻമെൻറ്റ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അതാണ്. ഞാൻ സംതൃപ്തനായ ഒരു മനുഷ്യനാണ്. ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് അംബിഷൻസും ഇല്ല, എനിക്കൊന്നും ആകുകയും വേണ്ട. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എനിക്ക് റിഗ്രറ്റുമില്ല. കാര്യം എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിനി ഇതിൽ കൂടുതൽ എന്നെ ആകാനാ? ഇവിടെ സർവ്വത്തെയും സൃഷ്ടിച്ചവനായ എൻ്റെ സൃഷ്ടാവായ എൻ്റെ രക്ഷകനായ യേശു കർത്താവ് എൻ്റെ കൂടെ നടക്കുന്ന, അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്തോ ആകാനാ? അതുകൊണ്ട് എനിക്ക് അംബിഷൻസ് ഇല്ല. എൻ്റെ ഏറ്റവും വലിയ അംബിഷൻ എൻ്റെ യേശുവുമായിട്ടുള്ള സൗഹൃദമാണ്. അതെനിക്കുണ്ട്. എനിക്കിനി വേറെ അംബിഷൻസ് ഒന്നുമില്ല. മിനിസ്ട്രിയിലും ഇല്ല എനിക്കൊരു അംബിഷനും. എന്തോ അംബിഷന്? ബിക്കോസ് ഐ ലിവ് വിത്ത് മൈ ജീസസ് ആൻഡ് ഐ നോ ദാറ്റ് നോ മിനിസ്ട്രി ക്യാൻ റീപ്ലേസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഒരു ശുശ്രൂഷയും യേശുവിനോടുള്ള എൻ്റെ ഇന്നത്തെ ബന്ധത്തെ റീപ്ലേസ് ചെയ്യാൻ പര്യാപ്തമല്ല. ഞാൻ എത്ര മിനിസ്ട്രിയിൽ വളർന്നാലും അതൊന്നും എൻ്റെ മനസ്സിലില്ല. ഇറ്റ് ഇസ് നോട്ട് ഇൻ മൈ ഹാർട്ട്. ഐ എം സോ കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം നൗ. ഞാനിപ്പോൾ ആരാണോ അതിനകത്ത് ഞാൻ സംതൃപ്തനാണ്. എന്ന് തന്നെയല്ല, എനിക്ക് ഭാവിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പേടിയും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ഹാങ്ങിങ് ഇൻ ബിറ്റ്വീൻ ഫിയർ ആൻഡ് ഹോപ്പ്. ഐ ഹാവ് ഓൺലി ഹോപ്പ്, നോ ഫിയർ. ആൻഡ് ഐ ഷുഡ് സേ ഇറ്റ് ഈസ് മോർ ദാൻ ഹോപ്പ്, ഇറ്റ് ഈസ് അഷ്വറൻസ്. എനിക്ക് ഭാവിയെക്കുറിച്ച് പേടിയില്ലെന്ന് തന്നെയല്ല, ഉറപ്പാണുള്ളത്. അല്ലാതെ പ്രതീക്ഷ പോലുമല്ല, ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു എനിക്കൊരു മീൻസ് അല്ല, എനിക്കൊരു റിയാലിറ്റിയാണ്. എനിക്ക് യേശുവിനെയാണ് കിട്ടിയത്. യേശുവിനെ കിട്ടിയത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ, കാര്യം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ യേശു ഉള്ളിടത്തല്ല പോകാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ വല്ലയിടത്തും പോകാൻ പറ്റുമോ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, ദൈവം ആർക്ക് വേണ്ടി നരകം ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയൊന്നുമല്ല ഉണ്ടാക്കിയത്. പിന്നെ മനുഷ്യൻ നരകത്തിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. എന്തുകൊണ്ട് പോകുന്നുണ്ട്? അപ്പൻ്റെ സ്വത്തെല്ലാം മക്കൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ സ്വർഗത്തിൽ പോകാനുള്ള കാരണം അതാണ്. കാര്യം സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗമാണ്. ഞാൻ ദൈവമകനായതുകൊണ്ടാണ് ഐ ഇൻഹെറിറ്റ് ഹെവൻ. എൻ്റെ അപ്പൻ്റെ വകയായതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു. ഇനി പാപം ചെയ്യുന്നവനെല്ലാം പിശാച് എന്ന പിതാവിൻ്റെ മകൻ, അവൻ്റെ മക്കൾക്ക് അവൻ്റെ അവകാശമെല്ലാം കിട്ടത്തുള്ളൂ. അവർ പിന്നെ വേറെ എവിടെ പോകാനാ? അതുകൊണ്ട് പിന്നെ അങ്ങ് നരകത്തിൽ പോകുന്നെന്നുള്ളതേ ഉള്ളൂ. വേറെ എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്വർഗമല്ല എൻ്റെ മനസ്സിലിരിക്കുന്നത്, എൻ്റെ മനസ്സിലിരിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് യേശു ഉള്ള സ്ഥലത്തേക്ക് ഞാൻ പോകുന്നെന്നുള്ളതേ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇവിടെ ഭൂമിയിൽ ജീവിച്ചാലും സ്വർഗത്തിൽ ജീവിച്ചാലും, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. എനിക്കതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ബിക്കോസ് ഐ ലിവ്, ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമല്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുവാണ്. അതുകൊണ്ട് അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. എന്നാൽ ഇന്ന് യേശു ആർക്കും ഒരു സീരിയസ് ഇഷ്യൂ അല്ല. യേശു എന്നല്ല ഒരു കാര്യവും ഒരു സീരിയസ് ഇഷ്യൂ അല്ല. പല സമയത്തും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ഒരു മിഷനറി, അദ്ദേഹത്തിൻ്റെ MTHൻ്റെ തീസിസിൻ്റെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ചർച്ചിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആഫ്റ്റർ ഓൾ കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഡിസ്കഷൻ എല്ലാം ശേഷം അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചാ, വാട്ട് യു തിങ്ക് അബൌട്ട് ചർച്ച്, ദ ചർച്ച് ടുഡേ, ഇന്നത്തെ സഭയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ലക്ഷ്യമൊക്കെ പോട്ടെ, അഭിപ്രായം എന്താണ്? അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഐ തിങ്ക് ദ ചർച്ച് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആർ നോട്ട് സീരിയസ് അബൌട്ട് സ്പിരിച്വാലിറ്റി ആൻഡ് നോട്ട് സീരിയസ് അബൌട്ട് ജീസസ്, നോട്ട് സീരിയസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും, ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സഭ ഒന്നിനെക്കുറിച്ചും സീരിയസ് അല്ല. അതല്ല ഇന്നത്തെ പ്രശ്നം. ഒരു കാര്യത്തെക്കുറിച്ചും ജീസസ് ഇസ് നോട്ട് എ സീരിയസ് ഇഷ്യൂ. നമ്മുടെ സഭയിലൊന്നും യേശു ഒരു സീരിയസ് ഇഷ്യൂ ഒന്നും അല്ല. യേശുവിനെ ആലോചിക്കുന്നത് തന്നെ, ആഗ്രഹിക്കുന്നത് തന്നെ വല്ലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോഴാണ്. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, ഈ
ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. ഓരോരുത്തർ യേശുവിൻ്റെ തലയിൽ ഓരോ തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ കടയിൽ നിന്ന് വാങ്ങിയ തൊപ്പിയല്ല, പ്രൊഫഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൊപ്പിക്കറിയില്ല. ഒരു ഡോക്ടർക്ക് ഒരു ഹാറ്റ് ഉണ്ട്, ഒരു ഡോക്ടേഴ്സ് ഹാറ്റ്. ഒരു ഹോട്ടലിലെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഒരു തലയിലൊരു തൊപ്പിയുണ്ട്, ഒരു പോലീസുകാരൻ്റെ തലയിലൊരു തൊപ്പിയുണ്ട്, എഡ്യൂക്കേഷണൽ ഒരു തൊപ്പിയുണ്ട്. എന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ തലയിൽ ഇങ്ങനെയുള്ള പല തൊപ്പികൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. പല ആളുകളും യേശുവിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന തൊപ്പി ഒരു പോലീസുകാരൻ്റെ തൊപ്പിയാണ്. അതുകൊണ്ട് പേടിയാണ്. ഒരു പോലീസുകാരൻ ഒരിടത്തുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു RTO അവിടെ നിൽപ്പുണ്ടെന്ന് കണ്ടാൽ എന്നാൽ ഒന്ന് കണ്ടേച്ച് പോയേക്കാവും നമ്മളാരും ചിന്തിക്കത്തില്ലല്ലോ, ഇല്ലേ? എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകാനേ നോക്കുകയുള്ളൂ. എന്നതുപോലെയാണ് യേശുവിനെ എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകാനാണ് ഇന്ന് ആളുകൾ നോക്കുന്നത്. ഈ എത്നിക് റിലീജിയൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാധാരണ പറയാനുള്ള കാര്യമുണ്ട്. അവർ ദൈവത്തെ വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം അവരെ ഉപദ്രവിക്കാതിരിക്കാനാണ്. ഞാൻ ചാരായം വേണേൽ തന്നേക്കാം, കള്ള് വേണേൽ തന്നേക്കാം, തെറ്റിപ്പ് വേണേൽ തന്നേക്കാം, എന്തോ വേണമെങ്കിലും തന്നേക്കാം, പക്ഷേ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കുക, എന്നെ ഉപദ്രവിക്കരുത്, ഇല്ലേ? ഇതുപോലെയാണ് യേശുവിനെ പല ആളുകളും കാണുന്നത്. നമ്മുടെ പാട്ടിന് വിട്ടേരെ, നമ്മളെ ഉപദ്രവിക്കരുത്. പലരും പ്രാർത്ഥനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പോകുന്നത് യേശു അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടരുതെന്ന് പറയാനാണ്. കർത്താവേ, ഞാനിച്ചിരി കള്ളത്തരമൊക്കെ കാണിക്കും, ഞാനിച്ചിരി കള്ളം പറയും, ഞാനിച്ചിരി മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ നമ്മളെ ഉപദ്രവിക്കരുത്. വേണമെങ്കിൽ ഞാൻ സഭായത്തിന് വന്നോളാം, സ്വോത്രാഴ്ച തന്നോളാം, എന്തോ വേണമെങ്കിലും തന്നോളാം, പക്ഷേ നമ്മളെ ഉപദ്രവിക്കരുത്. അതിനുവേണ്ടി ഇന്ന് പലരും യേശുവിനെ വിളിക്കുന്നത്. ഒരു പോലീസുകാരൻ്റെ തൊപ്പിയാണ് നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നത്. മറ്റു പല ആളുകളും യേശുവിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് ഒരു ഡോക്ടറുടെ തൊപ്പിയാണ്. അസുഖം വരുമ്പോൾ മാത്രമേ നമ്മൾ എന്നും പോയി ഡോക്ടറെ കാണുന്നില്ലല്ലോ. ഉണ്ടോ? എല്ലാ ദിവസവും രാവിലെ ഡോക്ടറെ കാണുന്നത് നമുക്കുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്? നമുക്ക് വല്ല ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ അസുഖമുള്ളപ്പോൾ. ഇതുപോലെ അസുഖമുള്ളപ്പോഴോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടപ്പോഴോ മാത്രമാണ് അവർക്ക് ആര് വേണ്ടത്? യേശു വേണ്ടത്. ഇനി മറ്റ് ചില പാർട്ടികൾ യേശുവിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത് ഈ 7 സ്റ്റാർ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ തൊപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഈ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉള്ളൊരു പ്രത്യേകതയുണ്ട്. അവിടെ നമ്മുടെ ഷെഫ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഓർഡർ എടുക്കാൻ വരുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ലോകത്തിലുള്ള എന്ത് ഫുഡ് ആവശ്യപ്പെട്ടാലും അത് കൊടുക്കണമെന്നാണ് നിയമം. സോറി സാർ, അത് ഞങ്ങളുടെ മെനുവിലില്ല എന്ന് അയാൾ പറയത്തില്ല. യു ആസ്ക് എനിത്തിങ്, പുള്ളി പറയുന്നത് യെസ് സർ, ഐ വിൽ മേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ഷെഫ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായാലും ഉണ്ടാക്കി തന്നിരിക്കും. നമ്മൾ പറയുന്ന ഏത് കോണ്ടിനെൻ്റൽ ആണെങ്കിലും, ഇറ്റാലിയൻ ആണെങ്കിലും, അതല്ലെങ്കിൽ മെക്സിക്കൻ ആണെങ്കിലും, അതല്ലെങ്കിൽ ഇന്ത്യൻ ആണെങ്കിലും, ഓറിയൻ്റൽ ആണെങ്കിലും, എനി കൈൻഡ് ഓഫ് ഫുഡ് എന്ത് ചോദിച്ചാൽ അയാൾ ഉണ്ടാക്കി തന്നിരിക്കും. ഇതുപോലെ നമ്മൾ പലപ്പോഴും യേശുവിനെ കുറിച്ച് പറയുന്നത്, അങ്ങനെ പ്രസംഗിക്കുന്നതും, നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി. നിനക്ക് എങ്ങനെയുള്ള ആളെയാണ് ഭർത്താവായിട്ട് വേണ്ടത്, എങ്ങനെയുള്ള കാറാണ് വേണ്ടത്, എങ്ങനെയുള്ള വീടാണ് വേണ്ടത്, അത് വെറുതെ പറഞ്ഞാൽ പോരാ. അതിൻ്റെ അളവ് പറയണം, അതിൻ്റെ കളറ് പറയണം, അതിൻ്റെ ചുരുണ്ട മുടിയാണോ വേണ്ടത്, അല്ലെങ്കിൽ വെള്ള നിറമുള്ളതാണോ നീല നിറമുള്ള കാറാണോ വേണ്ടത്, എല്ലാം പറയണം. അങ്ങനെ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ വേണം. എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ മുമ്പിൽ പറയുമ്പോഴത്തേക്ക് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ട് വേണോ, അതോ വളരെ പ്ലെയിൻ ആയിട്ട് വേണോ, വെൽ ഡൺ വേണോ, ഹാഫ് ഡൺ വേണോ, ബ്ലൂ റെയർ വേണോ, ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങളെ ഉണ്ടാക്കി തരുന്ന, കാര്യങ്ങളെ തരുന്നവനായ ഒരു വ്യക്തിയായിട്ടാണ് യേശുവിനെ പലപ്പോഴും ആളുകൾ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ.
പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലൻ പേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിലൻ പേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ